മൊത്തം സെറ്റ് ഇട്ടാ. അപ്പോൾ ഈ മൊത്തം സെറ്റ് മാറണം എന്താണെന്ന് വെച്ചാലേ നമുക്കടെ ഈ മാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓരോന്ന് മാറി ഇനി ഇരട്ടിപ്പണി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തമായിട്ട് മാറുകയാണേ. ഫ്രിഡ്സിൻ്റെ ബ്രേക്ക് ചവിട്ടുമ്പോൾ കല്ലുപോലെ ആവുക. അത് ഫസ്റ്റത്തെ ചവിട്ടിന് ബ്രേക്ക് ഉണ്ട്, രണ്ടാമത് എടുത്ത് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പെഡൽ ഹാർഡാവുകയാണ്, ബ്രേക്ക് കല്ല് പോലെ ആവുക. അപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിൽക്കത്തില്ല. അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബൂസ്റ്ററിലേക്കുള്ള വാക്വം ഒന്ന് ചെക്ക് ചെയ്യാനേ. വാക്വം ലൈനാണ് കേട്ടോ അത്. ഈ വാക്വം ചെക്ക് ചെയ്തപ്പോൾ അതെ വാക്വം ഓക്കെയാണ്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ കേട്ടോ. ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാതെ ഇതാണ് ബ്രേക്കിൻ്റെ ബൂസ്റ്റർ. അതാട്ടോ ബൂസ്റ്റർ. ഈ ബൂസ്റ്ററിലേക്കാണ് നമ്മൾ ഈ വാക്വം എടുത്ത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്വം വഴിയാണ് ബൂസ്റ്റർ വർക്കാവുന്നത്. നമ്മുടെ ഈ മാസ് സിലിണ്ടറിൻ്റെ ബൂസ്റ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് പറയാവേ. ഇത് എഞ്ചിൻ്റെ വാക്വം വന്ന് നിൽക്കുന്ന പൈപ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡയഫ്രം ഉണ്ട്. അപ്പോൾ ഈ വാക്വം ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണ്. എന്നെ കാണിച്ചേ, ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാണിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് വെട്ടുമ്പോൾ അത് ഈ നീഡിലില്ലേ ഇങ്ങോട്ട് കാണിച്ച് അടുത്തടുത്ത് ഈ സംഭവം പുറത്തേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ ബ്രേക്ക് പെഡലയിൽ മെല്ലെ കാല് വയ്ക്കുമ്പോൾ ഈ ഒരു പവറോട് കൂടി ഈ സാധനം ഈസി ആയിട്ട് പുറത്തേക്ക് വരും. ഈസി ആയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതേ ഇങ്ങനെ പ്രസ്സാവും. ഇങ്ങനെ പ്രസ്സാവുമ്പോൾ ഈ രണ്ട് പൈപ്പിൽ കൂടെ ഫ്ലൂഡ് പുറത്തേക്ക് വരും. ഫ്ലൂഡ് പുറത്തേക്ക് വന്നിട്ടാണ് 4 വീലിലേക്കും പോയിട്ട് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാക്വം കിട്ടാതെ വരിക, ഈ ബൂസ്റ്ററിൻ്റെ വർക്കിംഗ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഉള്ള ബലം മൊത്തം കൊടുത്ത് ഇതിലേക്ക് അമർത്തേണ്ടി വരും. അപ്പോൾ അന്നേരമാണ് പെഡൽ ഹാർഡാവുന്നത് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ അല്ലേ? ബുഷിൻ്റെ മാസ് സിലിണ്ടർ ആട്ടോ മേടിച്ചേക്കണേ. മാസ് സിലിണ്ടർ ബൂസ്റ്റർ അസംബ്ലി 6656 മൊത്തം സെറ്റ് ഇട്ടാ. അപ്പോൾ ഈ മൊത്തം സെറ്റ് മാറണം എന്താണെന്ന് വെച്ചാലേ നമുക്കടെ ഈ മാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓരോന്ന് മാറി ഇനി ഇരട്ടിപ്പണി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തമായിട്ട് മാറുകയാണേ.